ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഴംപൊരിയാണ്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഒരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 3ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് കൂട്ടിയെടുക്കണം. പിന്നീട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പഴംപൊരിക്ക് ഒരു കളറൊക്കെ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പഴംപൊരി തയ്യാറാക്കുന്ന സമയത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി തയ്യാറാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറുത്ത എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഓരോ നേന്ത്രപ്പഴയും നമ്മുടെ ആ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ പഴംപൊരി തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ ഇതാ 2 സൈഡും നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ.